क्राइम अलर्ट, जुर्म के खिलाफ आवाज। ദാ വരുന്നു. അല്ല ശൈലജ, സുഭാംഗി, നിങ്ങളെന്താ ഇവിടെ? എന്ത് പറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നത്? അനിയ, ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവർ ഞങ്ങളെ കൊന്നുകളെ. ആരാ നിങ്ങളെ കൊല്ലാൻ വരുന്നത്? ഞാനുള്ളപ്പോ ആരെങ്കിലും നിങ്ങളെ കൊല്ലാൻ ഇവിടെ വരുമോ? പേടിക്കാതിരിക്കേ, അകത്തേക്ക് വന്നേ, ഇരുന്ന് സംസാരിക്കാം. വാ മോളെ, അതിങ്ങ് തന്നെ. ഇനി പറയാം. ഏ രാഘവ്, ഏ രാഘവ്. എന്താ ഈ പാതിരാത്രിക്കാണ് വിളിച്ച് ശല്യം ചെയ്യുന്നേ? എടാ, ഇത് ആരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. നിന്റെ അമ്മായിയായി ഇരിക്കുന്നേ. അനുഗ്രഹം വാങ്ങിക്കടാ. നമസ്കാരം അമ്മായി. നിനക്ക് നല്ലത് വരട്ടെ. ശുഭാംഗി, എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ടിരിക്കുന്നു. എടാ, നീ ഒന്ന് കണ്ണു തുറക്ക്. എടാ, അമ്മായിയും അമ്മായിയുടെ മോളും ഒരുപാട് നാളുകൂടി അങ്ങോട്ട് വരുന്നത്. ഒരു നല്ല ചായ ഇട്ടുകൊണ്ട് വന്നേ. അതിനു മുമ്പ് നീ കുടിക്കാൻ വെള്ളം കൊടുക്ക്. ചെല്ല. ആ അമ്മായി, ശുഭാംഗി, ഇന്നാ കുടിച്ചോളൂ. ഇനി പറ, എന്താ ഉണ്ടായത്? സഹോദര, ശുഭാംഗിയുടെ ചിറ്റപ്പൻ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ആളെ അയച്ചിരിക്കുക. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാന്നല്ലേ? ഇവിടെ അച്ഛൻ എപ്പോഴാണോ മരിച്ചത് അന്നു മുതൽ അവരുടെ ലക്ഷ്യം ഞങ്ങളുടെ കയ്യിലുള്ള ആ സ്വത്ത് മാത്രമാണ്. അമ്മായി, നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അയാളൊക്കെ നമുക്ക് പുഷ്പം പോലെ കൈകാര്യം ചെയ്യാം. വെറുതെ ആവശ്യമില്ലാതൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇനി ഞങ്ങൾക്കെല്ലാം നിങ്ങളാണ് ചേട്ടാ. എന്താ ശുഭാംഗി ഇത്? നീ എന്താ ഏത് സമയം നോക്കിയാലും ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നേ? അങ്ങനെ നിന്റെ പ്രശ്നം വേറെ, എന്റെ പ്രശ്നം വേറെ ഒന്നുണ്ടോ? അല്ല, എന്റെ പേരിന് എന്താ കുഴപ്പം? നീ എന്നെ രാഘവൻ തന്നെ വിളിച്ചാൽ മതി, പേരിട്ട് വിളിച്ചാൽ മതി. ഇങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? എടാ, നിന്റെ അമ്മായി അമ്മായിയുടെ മോളും ക്ഷീണിച്ചിരിക്കുക. അവര് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അതിനു വേണ്ട നീ ചെയ്തു കൊടുത്തേ. അമ്മായി, വാ, നമുക്ക് മേലെ പോവാം. നിങ്ങൾ ആദ്യം കുറച്ച് റെസ്റ്റ് എടുക്ക്, എന്നിട്ട് സംസാരിക്കാം. ബമ്പർ ലോട്ടറിയാ അടിച്ചിരിക്കുന്നത്. എന്റെ സഹോദരിയെയും മകളെയും വളരെ നന്നായി തന്നെ നോക്കണം. എന്തൊക്കെയാണെങ്കിലും ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നതല്ലേ, നോക്കാം. 300 ഏക്കർ ഭൂമി. എടാ, നീ എന്റെ ആരാ? നീ എന്റെ ബന്ധുവല്ലേ? മോഹൻ, ഞാൻ നിന്നെ വാൺ ചെയ്ത് വിടുക. ഇനി എങ്ങനെ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വന്ന് നിന്റെ മണ്ണിൽ തന്നെ നിന്നെ കുഴിച്ചിടും, പറഞ്ഞേക്കാം. അല്ല, എന്താ അച്ഛാ? അയാള് ഫോൺ കട്ട് ചെയ്തെന്ന് മനസ്സിലായി. അതുകൂടാതെ ഒരുപാട് കോളം വരുന്നുണ്ടല്ലോ അച്ഛന്. ഇൻസ്പെക്ടറാ വെറുതെ വിളിച്ചോണ്ടിരിക്കുന്നത്. എപ്പോഴാണ് അയാൾക്ക് സ്വീറ്റ് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുക. ഭയങ്കര അത്യാഗ്രഹിയാ. ഛേ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഹലോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ. കോളേജിൽ വെച്ച് കാണാം. ഓക്കെ. നീ ആരെ കാണാൻ പോവാ മോളെ? അമ്മ, അത് മോഹിത്തായിരുന്നു. ആക്ച്വലി മാർക്ക് ഷീറ്റ് വന്നു. കോളേജിലൊന്ന് പോയിട്ട് വരണം. അത് ശരി, സൂക്ഷിച്ചു പോണം കേട്ടോ. ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം. വാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, വേണ്ട ചേട്ടാ. ഇനി അങ്ങനെയൊന്നും പേടിക്കണ്ടല്ലോ. ഞാൻ തന്നെ പൊക്കോളാം. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ. ഓക്കെ. ശരി അമ്മേ, ഞാൻ പോവാ. സൂക്ഷിച്ചു പോണം കേട്ടോ. ബൈ അമ്മേ. വീണ്ടും ചേട്ടാവോ? നിന്റെ പ്രേമത്തിൽ വീണതുകൊണ്ടാ 300 ഏക്കർ ഭൂമി. അല്ല,
300 ഏക്കർ ഭൂമിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നറിയോ? നിനക്കെല്ലാം അറിയാലോ. ഇന്ന് 300 ഏക്കർ ഭൂമി തനിയെ നടന്നു വന്ന് എന്റെ വീട്ടിലെത്തി, എന്റെ വാതിക്കലെത്തി. നിനക്കറിയില്ലേ അതിന്റെ വില എത്രയാന്നറിയാലോ? ഏകദേശം 30 കോടിന്റെ അടുത്ത് വരും വെച്ചാ. നീ എന്താ പറഞ്ഞ? 30 കോടിയോ? ഇത്രയും പണം നമ്മൾ എന്ത് ചെയ്യൂടാ? ഒരു കാര്യം ചെയ്യാം രാഘവ്, ഈ പൈസ കൊണ്ട് ബിസിനസ് ചെയ്യാൻ നല്ലൊരു പാർട്ട്ണറെ അന്വേഷിക്കും. അല്ല, ഒരു വലിയ ടൗൺഷിപ്പ് പണിയാം. എത്ര പണമായിരിക്കും? ഇനി അങ്ങോട്ടും നല്ല കാലമാടാ. താങ്ക് യു ഫോർ ദ റൈഡ്. ഞാൻ വീണ്ടും നിന്നോട് പറയാ, ഇതിലെന്തോ ഒരു ചതിയുണ്ട്. ഒരുപക്ഷെ നിന്റെ അമ്മാവനും നിന്റെ ചെറിയച്ഛനെ പോലെ ആണെങ്കിലോ? എല്ലാ ബന്ധങ്ങളും ഒരുപോലെ അല്ല മോഹിത്, റിലാക്സ്. അച്ഛാ, ഈ കിളിക്ക് ഓൾറെഡി ഒരു കൂടുണ്ടെന്നാണല്ലോ തോന്നുന്നേ. 300 ഏക്കർ ഭൂമിക്ക് വേണ്ടി മൊത്തം ഗ്രാമവും ഞാൻ ഒഴിപ്പിച്ചു കളയും. ഇതൊരു ചെറിയ കൂടല്ലേ, ഇത് തകർക്കാൻ എത്ര സമയം വേണം? ശരി. മോഹിത് ഇന്ന് ചെയ്യുന്നത് ആരെങ്കിലും കാണും. ശരി, പൊക്കോ. ബൈ. ഈ ചെറുക്കം വല്ലാത്തൊരു കളിയാ കളിക്കുന്നത്. ഈവൻ നിന്റെ അമ്മായിയുടെ മോളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവന്റെ ജീവിതത്തിന് ഒരു പോയിന്റ് ഉണ്ടാക്കണം. മനസ്സിലായോ? മനസ്സിലായച്ചാ. അമ്മേ, അമ്മേ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ BSc പാസ്സായി. ഇതേ ഞാൻ കാണിച്ചു തരാം. എന്തുറ്റമ്മേ? ഇന്ന് നിന്റെ അച്ഛൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സന്തോഷിച്ചേനെ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിങ്ങൾക്ക് അന്യനായി അല്ലേ? അല്ല, അച്ഛനല്ലെങ്കിൽ ഇപ്പൊ എന്താ മോളെ? നിന്റെ മാമൻ ഞാനുണ്ടല്ലോ. ഞാൻ എല്ലാവർക്കും മധുരം കൊടുക്കാം. ഇപ്പൊ എടുത്തോണ്ട് വരാം. മാർക്കൊക്കെ നോക്കിയമ്മേ. എന്തായാലും കലക്കി മോളെ, നീ വളരെ ബുദ്ധിയുള്ള കുട്ടിയാ. നോക്ക്, ഇതുപോലെ മാമൻ ഒരുപാട് അഭിനന്ദിക്കാനുള്ള വകയുണ്ടാക്കണം. മോളി സ്വീറ്റ് കഴിക്കേ. നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മുടെ മൊത്തം കുടുംബത്തിന്റെ മാനം ഇപ്പൊ ഇവള് കളങ്കരിക്കുക. നീ എന്തായി പറയുന്നത് രാഘവ്? ഞാൻ കണ്ടതാ നിങ്ങളോട് പറയുന്ന അമ്മായി. ഏതൊരു ലോ ക്ലാസ് സർക്ക് ഇവളെ വീട് വരെ കൊണ്ടാക്കുക. ഇവളും അവനോട് റോട്ടിൽ കൊഞ്ചി കുഴയാന്ന് ചോദിച്ചോക്ക്. എന്താ ഈ കേൾക്കുന്നത്? ഇതെങ്ങാനും നീയാണ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ അച്ഛനുണ്ടല്ലോ നിന്നെ വെട്ടി അങ്ങേരുടെ മണ്ണിൽ കുഴിച്ചിട്ടേനെ. നോക്ക്, അവൻ അങ്ങനെയുള്ള പയ്യനല്ല. എനിക്കവനെ പറ്റി നന്നായിട്ട് അറിയാം. അവനൊരു നല്ല ചെറുക്കനാ. പിന്നെ പ്രധാന കാര്യം എന്താന്ന് വെച്ചാ, അവൻ നമ്മുടെ ശുഭാംഗി കല്യാണം കഴിക്കാൻ പോവാണ്. അമ്മായി, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. അവന്റെ പേര് പോലും എനിക്കറിയാം. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. നാളെ എന്താ നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടോ? ആ പയ്യനെ എനിക്കും വളരെ ഇഷ്ടമായി. സത്യം പറഞ്ഞ രാഘവ് ആ പയ്യനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും തേടിയെടുത്തു. നാളെ അവനെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് വിവാഹ തീയതിയും നിശ്ചയിക്കാലോ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ,
ഓം നമ ശിവായ. ഓം നമ ശിവായ. എന്താ ഇതൊക്കെ? ചായ വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടായിരുന്നോ? ഞാൻ ഇടില്ലായിരുന്നു. ഞാനിപ്പോ നിന്നോട് എന്താ പറയാ? രാഘവിന്റെ അമ്മ പോയ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ. സുഭാംഗിയുടെ കല്യാണം കഴിഞ്ഞാ അവള് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവില്ലേ? നിന്റെ ഭർത്താവിൻ്റെ അനിയനാണെങ്കിൽ നിങ്ങളുടെ സ്വത്തിലും മുതലിലും ഒക്കെ ഒരു കണ്ണു വെച്ചിട്ടുമുണ്ട്. എന്നോട് ചോദിച്ചാ എല്ലാ സ്വത്തുക്കളും നീ വിറ്റാ പിന്നെ നിനക്ക് ഈ തലവേദനയില്ല. അനിയ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അത് ഞാൻ വിചാരിച്ചാ വിൽക്കാൻ പറ്റുന്ന കാര്യമല്ല. ശുഭാംഗിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തിന്റെ അവകാശം അവിടെ പേരിലേക്കാ മാറ്റിയിരിക്കുന്നത്. അതായത് അവൾ 300 ഏക്കർ ഭൂമിയുടെ അവകാശിയാണ് അല്ലേ? അതെ അനിയ. അല്ല, അളിയൻ നിന്റെ പേരിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ലെന്നാണോ? അനിയ, ശുഭാംഗി എപ്പോഴും എന്നെ കൂടെ നിർത്തി സംരക്ഷിക്കും. അതുകൊണ്ട് അതിൽ എനിക്ക് പേടിയൊന്നുമില്ല. എന്താ അതങ്ങ് എടുത്തോണ്ട് പോകുന്നത്? ഞാൻ ചായ കുടിച്ചില്ലല്ലോ. അതായത് ഇതില് പഞ്ചസാര കൂടുതലായിപ്പോയി. പഞ്ചസാര കൂടുതൽ കഴിച്ചാൽ ഷുഗർ വരും, പിന്നെ ഹാർട്ട് അറ്റാക്ക് വരും, അങ്ങനെ ജീവൻ പോകും. പെട്ടെന്ന് ഇവൻ ഇതെന്താ പറ്റിയത്? എന്റെ സ്വപ്നമെല്ലാം തകർന്നു പോയടാ. എന്റെ അനിയത്തി എന്നെ പറ്റിച്ചു കളഞ്ഞു. എന്തോ ചേച്ചാ, വല്ല പ്രശ്നമുണ്ടോ? ഇനി എന്തു പറയാനാ? നമ്മൾ പറഞ്ഞ 300 ഏക്കർ ഭൂമിയുണ്ടല്ലോ, അത് സുഭാംഗിയുടെ പേരില്ല. അവളുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ അവള് മാത്രമാ അതിനുള്ള അവകാശി. അപ്പോ നമുക്കൊന്നുമില്ലേ? അതെങ്ങനെയാടാ ഒന്നുമില്ലാതാവുന്നേ? അവളൊരു സ്വർണ്ണ പക്ഷിയാ, അങ്ങനെ പറഞ്ഞു പോട്ടെന്ന് കരുതാൻ പറ്റൂ? അച്ഛ, മോഹിത്തിനെ ശുഭാംഗി കൊണ്ട് കെട്ടിക്കുന്നത് നിങ്ങളുടെ ഐഡിയ ആയിരുന്നില്ലേ? ഐഡിയ എന്റേത് തന്നെയാ. പക്ഷെ അപ്പൊ എനിക്കറിയില്ലായിരുന്നു. എന്റെ അളിയൻ അതിബുദ്ധിമാൻ തന്നെയാ. എല്ലാ സ്വത്തുക്കളും മകളുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്ലാനുകളും തകർന്നു. നമ്മുടെ ടൗൺഷിപ്പ് എന്ന സ്വപ്നം അതെങ്ങനെയെങ്കിലും നിറവേറ്റണം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. പക്ഷെ എന്ത് ചെയ്യാന്നാണ് പിടികിട്ടാത്തത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ അവളെ കെട്ടിക്കോടാ. എന്ത് അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ശുഭാംഗി നിങ്ങളുടെ പെങ്ങളുടെ മോളല്ലേ? എന്നുവെച്ചാ എന്റെ അനിയത്തി. പെങ്ങളുടെ മോളൊക്കെ എങ്ങനെയാച്ചാ കെട്ടുന്നത്? അതും ഇക്കാലത്തൊക്കെ. ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. 300 ഏക്കർ ഭൂമിയാ, 30 കോടിയുടെ പ്രോപ്പർട്ടിയാടാ അവള്. 30 കോടി. അത് കൈക്കലാക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അത് നീ ചെയ്യണം. പക്ഷെ അവള് നിന്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? നിനക്ക് വേണ്ടി ഞാൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്. ഒന്ന് നോക്ക്, നിനക്ക് ശരിക്കും ഇഷ്ടപ്പെടും. നന്നായിട്ടില്ലേ? നിനക്ക് വട്ടൊന്നുമില്ലല്ലോ. നിനക്കറിയാം നമ്മുടെ ബന്ധം എന്താണെന്ന്. ഇത് നോക്ക്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നീ എന്റെ സിസ്റ്ററാ, പക്ഷേ കൂടെ പറഞ്ഞ ആളൊന്നുമല്ലല്ലോ. നിനക്കെന്താ ഇത്രമാത്രം ദേഷ്യം വരുന്നത്? ഞാൻ എത്ര സ്നേഹത്തോടെ വാങ്ങിച്ചോണ്ട് വന്നാ അറിയോ? നീ ഒന്ന് ചെയ്യ്, അതൊന്ന് ഇട്ട് കാണിക്കുക. നിനക്ക് നല്ല ഭംഗിയുണ്ടാവും. രാഘവ്, നിനക്ക് ഭ്രാന്താണ്. ശുഭാംഗി, അല്ല എന്താ പ്രശ്നം നിനക്ക്? ശുഭാംഗി,
എന്തു പറ്റുമോളെ? നോക്ക്, ഈ രാഘവ എന്താ വാങ്ങിച്ചോണ്ട് നീ നോക്ക്. ഇത് എങ്ങനത്തെ ഡ്രസ്സാ എനിക്ക് വേണ്ടി എടുത്തോണ്ട് നീ നോക്ക്. ഇതാ ഇതെന്താ ഡ്രസ്സാ മോളെ? വൃത്തിയായിട്ട ഡ്രസ്സ്, അല്ലാതെ പിന്നെ എന്താ? അല്ല അമ്മായി, അത് ഞാൻ ഇവള് കളിയാക്കാൻ വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതാ. പക്ഷെ ഇവള് ഈ കാര്യം ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിനക്ക് ഹേർട്ടായെങ്കിൽ സോറി. എന്തുപറ്റി? മാമ കണ്ടോ, ഏത് ചേട്ടനാ അനിയത്തിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നേ? ഇത് നോക്കി പറയും മാമ. എടാ കഴുതേ, നിന്റെ തലയിൽ എന്താ കളിമണ്ണാണോടാ? എടാ ഇതുപോലാണോടാ ഒരു ഗിഫ്റ്റ് കൊടുക്കുക? എടാ അമ്മായിയുടെ മോൾക്ക് നീ കൊടുക്കേണ്ടത് സാരി ആയിരുന്നടാ. ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ, ഇനി എങ്ങാനും ഇതുപോലെ ആവർത്തിച്ച നിന്നെ തലി കൊല്ലും ഞാൻ പറഞ്ഞു. വലിച്ചെറിയടാ. നീ വിഷമിക്കണ്ട. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ കല്യാണം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരേ മണ്ഡപത്തിൽ വെച്ച് നടക്കണമെന്നാ. അപ്പോഴേ ഈ പമ്പര വിട്ടിക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടാവൂ. മനസ്സിലായോ? ദേ മോളെ, നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനുണ്ട്. രാഘവ്, പുറത്തെങ്ങോട്ടെങ്കിലും പോവാണോ അച്ഛാ? എനിക്ക് ലക്നൗ വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. അതായത് ഞാനിവിടെ ഉണ്ടെങ്കിൽ അവള് നിന്നെക്കുറിച്ച് വെറുതെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം നീ മറക്കണ്ട, ഞാൻ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കും ആ 300 ഏക്കർ ഭൂമി നിന്റെ പേരിൽ രജിസ്റ്റർ ആയിരിക്കണം. അതിനു വേണ്ടി നീ എന്ത് ചെയ്താലും വേണ്ടില്ല. എന്തു വേണല്ലെന്ന് വെച്ചാ എന്തും. മനസ്സിലായോ? സൂക്ഷിക്കണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, ശുഭാംഗിയെ ഞാൻ കൈക്കലാക്കിയേ പറ്റൂ.
ശുഭാംഗി നിനക്ക് എന്താ പറ്റിയ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ ആ, അതെ അത് നിക്ക് ശുഭാംഗി. അമ്മ ഷോപ്പിങ്ങിന് പോയിരിക്കുക. എന്നാ ഇപ്പൊ എത്തും. നിക്ക്, ഞാൻ പറയുന്ന നിക്ക്. അല്ല, നീ ഇപ്പൊ അതിനെങ്ങനെ പേടിക്കുന്നേ? എന്തായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ? കമോൺ. അല്ല, പറയുന്ന നിക്ക്. മോളെ, നിനക്ക് അമ്മ എന്താ വാങ്ങിച്ചേ നോക്കിയേ? എന്താ, എന്ത് പറ്റി മോളെ? ശുഭാംഗി, എന്താ മോളെ? എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? എന്ത് പറ്റിയെന്ന് പറ മോളെ, കരയാതെ. ഈ വീട്ടിൽ താമസിക്കണ്ട. അതല്ല, നമ്മൾ ഇവിടുന്ന് എങ്ങോട്ട് പോവാനാ? നിന്റെ ചിറ്റപ്പനെ കുറിച്ച് നിനക്കറിയാവുന്നതല്ലേ? നിന്റെ കല്യാണം നടക്കാതെ നമുക്ക് എങ്ങോട്ടും പോവാൻ പറ്റില്ല മോളെ. നല്ല അവസരമാണ് രാഘവ്. 30 കോടിയുടെ പ്രോപ്പർട്ടി നിനക്ക് സ്വന്തമാക്കാൻ പറ്റും. രാഘവ്, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നീ ഇവിടെ എന്താ ചെയ്യുന്നത്? പോ ഇവിടുന്ന്. അല്ല, നിന്റെ കയ്യിലുണ്ടോ ഫോൺ? എവിടെ? ഇവിടുന്ന് പൊക്കോ, ഇപ്പൊ തന്നെ പോണം. ഞാൻ പറഞ്ഞ കേക്ക്. പോ. എന്നെ പുറത്താക്കാൻ മാത്രം ആയോ നീ? രാഘവ്, വിട്. രാഘവ്, എന്നെ വിട്. ഇയാളെന്നെ ബലപൂർവ്വം നിർബന്ധിച്ച്. എന്താ അമ്മ ഇത്? എല്ലാത്തിലും ഇങ്ങനെ ഇടക്കേറി വരുവാണല്ലോ. കുറച്ചു സമയം കൂടി അമ്പലത്തിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിലേ ദൈവം സന്തോഷിച്ചേനെ. പക്ഷെ അമ്മ ഇത് ചെയ്തില്ല. ഇവിടെ ഇടയേക്കേറി വന്ന്. നീ ചേട്ടനാണെന്ന് പറയുന്നത് എന്നെ നാണക്കേടാ. അമ്മായി, ഞാൻ കണ്ടുവെച്ച സ്വപ്നം ഇന്നൊരുത്തന്റെ കയ്യിൽ കൊടുക്കാണല്ലോ. ഇത് മാത്രം തെറ്റല്ലേ? നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സൂക്ഷിച്ച് സംസാരിക്കണം നീ. ഇത് നിന്റെ അനിയത്തിയാ. ഇവൾ എന്റെ അനിയത്തിയായിരുന്നു. പക്ഷെ ഇനി അവൾ എന്റെ ഭാര്യ ആവാൻ പോന്നവളാ. ഞാനിപ്പോ പറഞ്ഞതുണ്ടല്ലോ, 2 പേര് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. നീ പറഞ്ഞത് ശരിയാ മോളെ. നമ്മൾ ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. വന്നല്ലോ. എങ്ങോട്ടോ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ. അനിയ, നീ ഇവിടെ എത്തിയല്ലോ. ഇവൻ ഈ രാഘവില്ലേ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോ ഇവൻ എന്റെ മോളെ ഒരുപാട് ദ്രോഹിച്ചു. അത് മാത്രമല്ല, ഇന്നമ്മ പരുതി വിട്ടു. ഇവൻ എന്റെ മോളെ ബലാത്കാരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവളെ സ്വന്തമാക്കാൻ നോക്കി. അത് ശരി. എഴുന്നേക്കടാ. അത്രേ ചെയ്തുള്ളോ? നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചല്ലേ പോയത്? അത് നിനക്ക് നടത്താൻ കഴിയില്ല. ഓടാ. എടാ ദ്രോഹി, നീ ഇങ്ങനെയായിരുന്നു. നിങ്ങൾ രണ്ടും മനുഷ്യരല്ല, മൃഗങ്ങളാണ്. സഹോദരി സഹോദര ബന്ധത്തെ നാണം കെടുത്തിയാണല്ലോ. ഇത് ന്യായമാണോ? ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. വാ മോളെ, നമുക്ക് പോകാം. ഒരു കാര്യം പറയാം, ഈ വീട്ടിൽ ഞാൻ പറയുന്നത് നടക്കൂ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്.
പക്ഷെ എന്റെ സമ്മതമില്ലാതെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. കാരണം ഇത് 300 ഏക്കർ ഭൂമിയുടെ പ്രശ്നമാണ്. മറ്റൊരു ഭാഗം ചിന്തിച്ച നിന്റെ അലവലാതി കെട്ടിയവൻ മുഴുവനും ഇവളുടെ പേരിൽ എഴുതി വെച്ചിട്ട് ചത്തു. അതുകൊണ്ട് രാഘവനും ഇവൾക്കും തമ്മിൽ കല്യാണം നടത്തുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അനിയ, നീ എന്തൊക്കെയായി പറയുന്നത്? നമ്മള് രണ്ടുപേരും കൂടപ്പിറപ്പുകളല്ലേ? മാത്രമല്ല ശുഭാംഗി ചെറിയ വയസ്സിലെ ഇവനെ രാഗി കെട്ടിക്കൊടുത്തതാ. ഇപ്പൊ പൊട്ടു തൊട്ടാ പോരെ? ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്. നീ എന്റെ കൂടപ്പിറപ്പാന്ന് പറയുന്നത് നാണക്കേടാ. ഈ 300 ഏക്കർ സ്ഥലമല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ? അതെ, അതിനുള്ള മറുപടി ഞാൻ പറയാം. ഇപ്പൊ തന്നെ നിന്റെ വാ അടക്കാടി. വാ തുറക്ക. ഇപ്പൊ സമാധാനമായല്ലോ. ഒരു പഴഞ്ചൊല്ലുണ്ട്, പണം കഴിഞ്ഞേ ഈ സ്വന്തം ബന്ധമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് രാഘവനും നിന്റെ മോൾക്കും കല്യാണം നടത്തിയേ പറ്റൂ. അമ്മേ, കിച്ചണിന്റെ വഴി പോവാം നമുക്ക്. വാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഈ വഴി പോവാം നമുക്ക്. പെട്ടെന്നാവട്ടെ അമ്മ, സമയമില്ല നമുക്ക്. അമ്മ ഒന്ന് സൂക്ഷിച്ചു പൊക്കൂടായിരുന്നേ. ഇപ്പത്തെ കാലടിച്ചില്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? വേണമെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വന്നാലോ? അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ കൈ പിടിച്ചു കൊടുക്കാൻ പറ്റൂ. നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ഞാൻ ഈ മൃഗത്തിനെ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. അത് ശരി, അമ്മയോട് സ്നേഹം, മാമനോട് വെറുപ്പ്. ഹേ രാഘവ്, സ്നേഹത്തോടെ പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ല. ഇടിച്ചു വലിച്ചോണ്ട് വാടാ. എണീക്ക്. വാങ്ങോട്ട്. എന്തൊക്കെയാ ഇത്? ഞങ്ങളെ ദയവ് ചെയ്ത് വിട്ടേക്ക്. ഇവളെന്റെ മോളല്ലേ? എന്റെ സഹോദരി, നീ എന്താ കരുതിയേ? നിന്റെ മോള് 300 ഏക്കർ സ്വത്താ. അതായത് 300 ഏക്കർ ഭൂമിയുടെ അവകാശിയാ അവള്. രാഘവ്, ഇന്നാ കുങ്കുമം അവളുടെ നെറ്റിയിലെടുത്ത് തൊട്ടെ. വേണ്ട, അങ്ങനൊന്നും ചെയ്യരുത്. അവളെ നിന്റെ ഭാര്യയാക്ക്. വേണ്ട രാഘവ്, വേണ്ട മോനെ, അങ്ങനെയൊന്നും ചെയ്യരുത്. ചേട്ടാ വേണ്ട. കല്യാണം കഴിഞ്ഞല്ലോ. ഇങ്ങനെയെല്ലാം ചെയ്തെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. ഇവനൊരിക്കലും എന്റെ ഭർത്താവാകില്ല. അത് ശരി, അങ്ങനെയാണോ പറയുന്നത്? ഇനി എന്താ ചെയ്യാൻ പോകുന്നറിയോ? പിന്നെ നീ ഒച്ച വെച്ച് പറയും, ശരി ഞാൻ രാഘവനെ കെട്ടാം, രാഘവനെ കെട്ടാമെന്ന്.
അതെ സഹോദരി, ഇതെങ്കിലും കഴിച്ചൂടെ? നല്ല വിശപ്പ് കാണുമല്ലോ. ഇന്ന കഴിക്കേ. ഇന്ന രാഘവ്, ഇവളൊന്നും കഴിക്കുന്നില്ലല്ലോ. എനിക്ക് ഒരുപാട് നേരം കണ്ടിക്കാൻ പറ്റില്ല എന്റെ അമ്മയുടെ വേദന. നിനക്കെന്താ ഭ്രാന്താണോ? ചായ മുഴുവൻ താഴെ കളഞ്ഞല്ലോ. തുടച്ച് വൃത്തിയാക്ക്. മതിയാക്കത്. ഞാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളുടെ മോനുമായിട്ടുള്ള കല്യാണത്തിന് തയ്യാറാണ്. പക്ഷെ എന്റെ അമ്മ വെറുതെ വിട്ടേക്ക്. അല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ലോ. കൂടെ പറപ്പിനെ ആരെങ്കിലും ഉപദ്രവിക്കും. അതെന്തിനാ? അടി കൊടുക്കേണ്ടടുത്ത് കൊടുത്താലേ കാര്യങ്ങൾ നടക്കും. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിൽ ഒരു തെറ്റുമില്ല. നമ്മുടെ പാരമ്പര്യ സ്വത്ത് കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ ശുഭാംഗിയുടെയും രാഘവിന്റെയും കല്യാണമാണ് നടക്കേണ്ടത്. ഇപ്പോഴാണ് കാര്യങ്ങൾ പറയുന്നത്. ഉടനെ നമുക്ക് നല്ലൊരു മുഹൂർത്തം നോക്കാൻ പറയാം. ഇവരുടെ കല്യാണം ഉടനെ നടത്താം. ഇടാ, നീ എന്താടാ ഇങ്ങനെ ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുന്നത്? മരുമകളുടെ കെട്ടഴിച്ചു വിടറ. 300 ഏക്കർ ഭൂമിയാ. അഴിച്ചുവിട്. നമ്മുടെ നാട്ടിൽ പ്രോപ്പർട്ടി, അതായത് ഭൂമിയുടെയും സ്വത്തിന്റെയും പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പ്രശ്നവും. അതും അടുത്ത ബന്ധുക്കൾ തമ്മിലാണ് നടക്കുന്നത്. കഥയെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഒരു സഹോദരൻ സ്വന്തം സഹോദരിയുടെ മകളുടെ ഭൂമിയാണ് അപഹരിക്കാൻ നോക്കുന്നത്. അവർ സ്വന്തം സഹോദരനോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണ് ഈ വീട്ടിലെത്തിയത്. അവിടെ ഇങ്ങനെയൊരു കെണിയുണ്ടെന്ന് അവർ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. എന്താ സഹോദരി, എവിടെയാ? എന്തിനാ വിളിച്ചേ? ഒരു സന്തോഷ വാർത്തയുണ്ട്. 5 ദിവസത്തിനുള്ളിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന്. അങ്ങനെയാണോ? ഇത് സന്തോഷമുള്ള കാര്യമാണല്ലോ. അതിരിക്കട്ടെ, എനിക്കൊരു വഴിപാടുണ്ടായിരുന്നു. എന്റെ മോക്ക് എപ്പോഴാണോ കല്യാണം നടക്കുന്നത് അപ്പൊ ഇവളെയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മി ദേവിയുടെ അമ്പലത്തിൽ പോകാന്ന് നേർച്ചയുണ്ടായിരുന്നു. അത് കൊള്ളാലോ. ഇതൊരു നല്ല കാര്യം തന്നെയാ. നിങ്ങൾ പോയിട്ട് വരൂ, ആര് തടയാനാ? സത്യം പറയാലോ, നിങ്ങളെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പെട്ടെന്ന് പോയിട്ട് വരൂ. എന്താ?
അമ്മയും മോളും കാലത്തെ പോയതാണല്ലോ. എന്തു പറ്റി? ഇത്ര സമയമായിട്ടും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ രണ്ടുപേരും കൂടി ഇതെടുക്ക്, പ്രസാദം കഴിക്ക്. നീ എന്താ തനിച്ചു വന്നിരിക്കുന്നത്? അവളെവിടെ പോയി? നീ എന്താ ചിരിക്കുന്നത്? അവൾ എന്താ നിന്റെ കൂടെ ഇങ്ങോട്ട് വരാഞ്ഞത്? നീ ഇതല്ലേ പ്രതീക്ഷിച്ചത്? ഈ വീട്ടിൽ നാദസ്വര ശബ്ദം കേൾക്കാൻ എല്ലാ സ്ഥലത്തും മഞ്ഞൾ തേക്കണം. പക്ഷെ ഇനി മുതൽ ഈ വീട്ടിനകത്ത് കാക്കയായിരിക്കും വരാൻ പോകുന്നത്. പറഞ്ഞു വന്നാ നിന്റെ മരണമണി ഉടനെ കേൾക്കാൻ പോവാ. എന്റെ മോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടടാ. നീ എന്റെ സ്വത്തിൽ ആഗ്രഹിച്ച് എന്റെ മോളെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചില്ലേ? ആ സ്വത്തുമായിട്ട് അവള് രക്ഷപ്പെട്ടടാ. അവളിപ്പോ അവിടെ ഭർത്താവിന്റെ കൂടെ ഉള്ളത്. ഇത് നിനക്കുള്ളതാ. ഇതിലേക്ക് നോക്ക്. ഇതിലുള്ള ഓരോ വാക്കും നീ വായിച്ചു നോക്കണം. വായിക്കടാ. നിനക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ എന്റെ മോളുടെ കോർട്ട് മാരേജ് നടത്തിയിരിക്കുക. അവളിപ്പോ മോഹിത്തിന്റെ ഭാര്യ. അതുകൊണ്ടിപ്പോ എനിക്ക് യാതൊരുവിധ പേടിയില്ല. ഇനി ഞാൻ ഈ വീട്ടിൽ തന്നെ കാണും. നിന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. മോഹിത്, ഇങ്ങോട്ട് വാടി. കലക്കി രാഘവ്, സബാഷ്. എന്താ സഹോദരി, ഇപ്പൊ എങ്ങനുണ്ട്? ഈ സ്വർണ്ണ പ്രാവിനെ അങ്ങനെ പുറത്ത് പറക്കാൻ വിടുമെന്ന് കരുതിയോ? നീ കല്യാണം ആർക്ക് വേണമെങ്കിലും കഴിച്ചു കൊടുത്തു. പക്ഷേ ആ 300 ഏക്കർ ഭൂമിയുടെ സ്വന്തക്കാരൻ എന്റെ മകനായിരിക്കും. പിന്നെ നീയെ ഈ മാരേജ് പേപ്പർ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ, അതുപോലെ പ്രോപ്പർട്ടി പേപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരൊറ്റ തവണ നിന്റെ മോൾ അതിലൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. പിന്നെ ആ 300 ഏക്കർ ഭൂമി ഞങ്ങളുടെ സ്വന്തമാണ്. അത്യാഗ്രഹത്തിന് അളവേയില്ല. അത്യാഗ്രഹികൾ എന്തു ചെയ്തും തന്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ അത്യാഗ്രഹി നമ്മുടെ അടുത്ത ബന്ധുവാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൽ ആ സഹോദരി തന്റെ സഹോദരന്റെ ചതി മനസ്സിലാക്കാൻ വളരെയേറെ വൈകിപ്പോയി. അവർ തങ്ങളുടെ ബന്ധുവിനെ പൂർണ്ണമായി വിശ്വസിച്ച് ചക്രവ്യൂഹത്തിൽ കുടുങ്ങി. ഇപ്പൊ പ്രശ്നം എന്തെന്നാൽ, ഈ ശുഭാംഗിക്ക് തന്റെ അമ്മയെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ, അതിനുള്ള സന്ദർഭം കിട്ടുമോ എന്നത് സംശയമാണ്. വിവാഹാശംസകൾ മോളെ. ഇതാ സ്വീറ്റ്. രാഘവ്, എടാ അവനും സ്വീറ്റ് കൊടുക്കേ. ഇന്ന കഴിക്കുമോളെ. കഴിക്കുന്നേ. എന്താ ചെയ്ത്? വക്കീലിനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. പേപ്പേഴ്സും റെഡിയാണ്. ഇന്ന ഇതിൽ ഇപ്പൊ തന്നെ ഒരു സൈൻ ചെയ്യും. പെട്ടെന്ന് പേനിങ് തന്നെ. ഇതാ മരുമോളെ, സൈൻ ചെയ്യും. വേണ്ട, ഞാൻ പറഞ്ഞ കേൾക്കുന്ന ഇതിൽ സൈൻ ചെയ്യരുത്. നീ എന്നിടെ ഹീറോ ആണോ? ഹീറോ ആണോന്ന്? നീ പെണ്ണിനെ കെട്ടുകയും ചെയ്യും,
അതിനിപ്പം പെണ്ണിന്റെ സ്വത്തും വേണം. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ പൊരിവിക്കാൻ വന്ന ആൾക്കാരാ. എല്ലാ കാര്യങ്ങൾക്കും ഇടപെടാൻ നോക്കണ്ട നീ. ഇടപെട്ടാണ്ടല്ലോ ദോ ഇതിലുള്ള ഉണ്ട നിന്റെ നെഞ്ചു കേറും. നിങ്ങൾക്ക് ആ വസ്തുക്കളല്ലേ വേണ്ടത്? എന്നാ പിന്നെ അതെടുത്തോ, ഞാൻ സൈൻ ചെയ്ത് തരാം. പക്ഷെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോ, ദൈവം എല്ലാം കണ്ടോണ്ടിരിക്കാണ്. നീ സൈൻ ചെയ്താൽ മാത്രം മതി മോളെ. മറ്റുള്ളവരെയൊക്കെ ഞങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നോ അതുപോലെ നിന്റെ ഭഗവാനെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ഇന്ന് വേഗം സൈൻ ചെയ്യേ. ആശംസകൾ. അച്ഛാ മോഹിത്, എടാ അവൻ പോട്ടെ, നീ ഇവളെ പിടിക്കും, ഇവളെ പിടിക്കും. ഇങ്ങോട്ട് പോടി. അയ്യോ ഇതെന്തായി ചെയ്യുന്നത്? അവൾ ഒപ്പിട്ട് തന്നില്ല, പിന്നെന്താ? അത് ശരി, ഇവളെ എങ്ങനെ ജീവനോട് വിടാൻ പറ്റും? നാളെ ഇവള് മാറ്റി പറഞ്ഞാലോ? ഈ ലോകം വിട്ട് പോകുന്നതാ നല്ലത്. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയാണ് മഹാഭാരത യുദ്ധം തന്നെ നടന്നതറിയാലോ. ഇവിടെ 300 ഏക്കർ ഭൂമിയാ. അപ്പോ ഇവളീ ലോകം വിട്ട് പോയല്ലേ പറ്റൂ. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. അവളെ വെറുതെ വിടണം. അവളെ ഒന്നും ചെയ്യരുത്. ഒപ്പിട്ട് തന്നില്ലേ, അവളെ വെറുതെ വിട്. എന്താതിരിക്കടി. രാഘവ്, അവളെ വെറുതെ വിട്. അനങ്ങാതെ പിടിക്കവളെ. വേണ്ടടാ, അവളെ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷിക്കാം. അയ്യോ വേണ്ട, പിടിച്ചു നിർത്തോളെ. വേണ്ട മമ്മ, വേണ്ട. വേണ്ടടാ, അവളെ ഒന്നും ചെയ്യല്ലേ. അവളെ വെറുതെ വിട്. ശുഭാംഗി, അയ്യോ എന്റെ പൊന്നുമോളെ ശുഭാംഗി. രാഘവ്, ആ ശവം അങ്ങോട്ട് മറച്ചുപോയി. ശരി അച്ഛാ, രാഘവ്, അങ്ങോട്ട് മാറി നിൽക്കടി. അവളെ വെറുതെ വിട് രാഘവ്. ആരേലും ഇവിടെ അനങ്ങാൻ നോക്കിയാ എല്ലാത്തിനെയും എടുത്ത് ഞാൻ വെടിവെക്കും കേട്ടോ. എടാ ദുഷ്ടന്മാരെ, എന്റെ മോളോട് ഇങ്ങനെ ചെയ്തല്ലോ. ഷൈൽജ ഒരു സഹായത്തിന് വേണ്ടിയാണ് അവളുടെ സഹോദരന്റെ വീട്ടിലെത്തിയത്. അത് കാരണം ഇവരുടെ മകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ദേവേന്ദ്രനെയും രാഘവനെയും പോലെ അത്യാഗ്രഹികളായവർക്ക് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരിക്കലും ഇടമുണ്ടാവരുത്. പക്ഷെ ഇങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. ദിവസം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അലർട്ടായിരിക്കൂ. വിശ്വസിക്കുന്നതിന് മുമ്പ് അവരെക്കുറിച്ച് നന്നായി മനസ്സിലാക്കൂ. അല്ലെങ്കിൽ നാളെ നിങ്ങളും നിങ്ങളുടെ ബന്ധുവിനാൽ കബളിപ്പിക്കപ്പെട്ടേക്കാം. ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് വിടവാങ്ങുകയാണ്. വീണ്ടും ഒരു പുതിയ കഥയുമായി നമുക്ക് കാണാം. കാണുക ക്രൈം അലേർട്ട്. ഇന്നത്തെ സമയം, ഇന്നത്തെ കുറ്റം.